നമസ്കാരം. ക്യാമറയും കൊടുത്തേ. ഒന്ന് പോടാ. ഹലോ ഗൈസ്, എല്ലാവർക്കും നമസ്കാരം. ഇൻട്രോ കണ്ടിട്ട് ആരും പേടിക്കണ്ട കേട്ടോ. നമ്മൾ ഇന്നത്തെ എപ്പിസോഡിൽ പരിചയപ്പെടാൻ വേണ്ടി പോകുന്ന ഒരു വ്യക്തിയാണത്. പിന്നെ ആ വ്യക്തിയെ പരിചയപ്പെടുത്തുന്നതിന് മുമ്പ് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു തരാം. ഒന്ന്, നമ്മുടെ നാട്ടിൽ ഈ സ്ത്രീകൾ റൈഡേഴ്സ് വളരെ കുറവാണ്. പെൺകുട്ടികൾ ബൈക്ക് ഓടിക്കാൻ തുടങ്ങി ഇപ്പം കുറച്ചായിട്ട് സെറ്റായി വരുന്നുണ്ട്. പക്ഷെങ്കിൽ ലോങ് റൈഡ് പോകുന്നത് വളരെ കുറവാണ്. ലോങ് റൈഡ് വെച്ച് ലഡാക്കും കാര്യങ്ങളൊക്കെ കേരളത്തിൽ നിന്ന് ഓടിച്ച് പോകുന്ന അധികം ആണുങ്ങളാണ്, പെൺകുട്ടികൾ പോകാറില്ല. അപ്പം അങ്ങനെയുള്ള ഒരു ഘട്ടത്തിൽ ഇങ്ങനത്തെ ഒരു വീഡിയോ വേണമെന്ന് എനിക്ക് തോന്നി. കാരണം ആൺകുട്ടികൾ മാത്രമല്ല, പെൺകുട്ടികളും പോകണം, റൈഡ് പോകണം, ട്രിപ്പ് പോകണം, ടൂർ പോകണം, എല്ലാം പോകണം. നമ്മൾ ആണും പെണ്ണും എന്നുള്ളൊരു വലിയൊരു ഭാഗതിരിവ് ആക്കാതെ എല്ലാവരും ഒരുപോലെ കാണാൻ പഠിക്കണം. അപ്പം അങ്ങനെ പറയാൻ കാരണം, ഇന്നത്തെ എപ്പിസോഡ് ഞാൻ നിങ്ങളെ കാണിക്കുന്നത് ഒരാളെയാണ്. ഇന്ത്യയിലെ ആദ്യത്തെ മോട്ടോ ബ്ലോഗർ എന്ന് വെച്ചാൽ ബൈക്കിൻ്റെ മുകളിൽ, വാഹനത്തിൻ്റെ വണ്ടിയുടെ ഒക്കെ മുകളിൽ റൈഡ് ചെയ്ത് ട്രാവൽ ചെയ്ത് വ്ളോഗ് ചെയ്യുന്ന ഒരു പെൺകുട്ടി. വിശാഖ എന്നാണ് പേര്. എല്ലാവർക്കും അറിയാം. യൂട്യൂബ് ഫീഡിൽ വീഡിയോസ് റെഗുലറായിട്ട് കാണുന്ന എല്ലാവർക്കും അവളറിയാം. റൈഡറുകൾ വിശാഖ എന്ന് പറഞ്ഞൊരു പ്രൊഫൈൽ നോക്കി എല്ലാവർക്കും മനസ്സിലാവും. അപ്പം ഇന്നത്തെ എപ്പിസോഡ് നമുക്ക് ഏതായാലും വിശാഖേൻ്റെ വിശേഷങ്ങൾ ചോദിച്ചറിയാം. അതുപോലെ വിശാഖനോട് കുറച്ച് ടിപ്സും കാര്യങ്ങളൊക്കെ നമുക്ക് ചോദിക്കാം. പിന്നെ നാട്ടിലുള്ള ഒരുപാട് ആൾക്കാർ, ഈ വീഡിയോ കാണുന്ന ഒരുപാട് ആൾക്കാർ ഒരു പക്ഷേ ഇൻസ്പിറേഷൻ ആകാൻ ചാൻസ് ഉണ്ട്. ഒരുപാട് പെൺകുട്ടികളുണ്ട്, എന്താ പറയുക, മറ്റുള്ളവരെന്തെങ്കിലും പറയുമോ എന്നൊക്കെ വിചാരിച്ച് നാണക്കേട് കൊണ്ട് ട്രിപ്പൊന്നും പോകാതെ അല്ലെങ്കിൽ ട്രാവലൊന്നും ചെയ്യാതിരിക്കുന്നു. അപ്പം അങ്ങനെയുള്ള അവർക്കൊക്കെ ഇൻസ്പിറേഷൻ ആകാൻ കൂടി ചാൻസ് ഉണ്ട് ഈ ഒരു വീഡിയോ. ഓക്കെ, എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം, മറന്നു പോകരുത്. വീഡിയോ മുഴുവനായിട്ട് കാണണം, മാക്സിമം ഷെയർ ചെയ്തോട്ടോ. ഇതാണ് ഞാൻ പറഞ്ഞ ആള്. ഹായ് ഹായ്, can you introduce yourself? ഇവിടെ ഇങ്ങനെ ആയി പറഞ്ഞാൽ ചിലപ്പോൾ ശരിയാവില്ല കേട്ടോ. No, I'm just saying you are saying good. That's it. So yeah, she's Vishaka rider, motor vlogger. Yeah. പിന്നെ ഇതാണ് വിശാഖയുടെ വണ്ടി. ശരിക്കും ഇതെല്ലാം കംപ്ലീറ്റ്ലി റാപ്പ് ചെയ്തായിരുന്നു. ഇപ്പം അതൊക്കെ അഴിച്ചു പറിച്ചിട്ടാണ്. So you got 2 hairs, right? How many hairs you have? I got 1, 2, 3, 4. How can we count hairs by this? But you made count now. You made 1, 2, 3, 4. No, so I was counting my plates. I've got 1, 2, 3, 4, and then this. Ah, what a cute. Okay, so Vishaka, how long you been driving this bike? This bike? It's been almost 3 years now. 3 years. I call it Kashish by the way. Okay, so you bought it or you got gifted from someone? अरे खुद के पैसे से कमाया हुआ है, मेहनत की, खून पसीने की कमाई की है. कैसे खून पसीने कैसे? पसीना मतलब इसको लेते जितना भी खून निकला हुआ है वो, और पसीना जो अभी निकल रहा है. Okay, so how many time you met the accident? Like the major ones, twice. वो भी साउथ में ही हुआ है. किधर पे? केरला पे. किधर पे हुआ? ऑटो की वजह से हुआ. एग्जैक्ट लोकेशन तो मुझे भी नहीं पता है. एक बार तो केरला में हुआ था, दूसरी बार जब साउथ ट्रिप कंप्लीट करके आ रही थी पुणे में हो गया. तो साउथ मेरे लिए अब आएगा केरला. डर रहे केरला ऑटो वाला को डर रहे. और ऑटो കേരളത്തിലെ ഓട്ടോക്കാർ കാരണം अच्छा सा हाईवे बना देना और हाईवे बीच में डिवाइडर डाल देना तो मैं आऊंगी. പറഞ്ഞു മനസ്സിലായോ? ഇവര് കേരളത്തിൽ റൈഡ് വന്നിരുന്നു കേട്ടോ, റൈഡേഴ്സിൻ്റെ കൂടെ. പക്ഷെങ്കിൽ പിന്നെ ഇവിടെ നമ്മുടെ ഓട്ടോക്കാരല്ല, നമ്മുടെ നാട്ടിലത്തെ ഓട്ടോക്കാർ മുഖേന 2 തവണ ആക്സിഡന്റ് ആയി. പിന്നെ യു ഗോട്ട് എ സീരിയസ് ആക്സിഡന്റ് ഇൻ പുനെ ഓർ മുംബൈ? ഇത് ഒരു ആക്സിഡന്റ് ആണ്. She made a lot of makeup. She made മേക്കപ്പ് ഇട്ട് ഒതുക്കിയിട്ടുള്ളത്. വേറെന്താ പറയുക, ഓൾസോ പുള്ളിക്കാരിയുടെ കയ്യിൽ കുറച്ച് റെക്കോർഡ്സ് ഉണ്ട്. യു മേഡ് റൈഡ് ത്രൂ ദ ഓൾ സ്റ്റേറ്റ്സ് ആൻഡ് സംതിങ്. India Book of Records? Yeah. No, so I was the first person, from female category to go to Andaman and Nicobar solo on my bike. You went to the Andaman Nicobar also? Andaman Nicobarലെല്ലാം പോയിട്ടുണ്ടോ? So tell me your riding history. My riding history? Patafat, yeah. I mean, what all do you want to know? I've been riding since I was in standard 7.5 when I passed my 7 that time. My first bike was Hero Honda Passion. That was my dad's bike. Then I switched to Pulsar 220 and then this bike is my own bike. Took a lot of efforts, struggle, sacrifices, a lot of relationship. By relationship I mean सारे माँ बाप भाई बहन जितने भी होता है सब लोग को छोड़ के आगे बढ़. So how many states you have covered until now? Except Northeast, I've been to almost all the states. Okay. I didn't really count. Okay. Next so you have to count it, okay? You have to count it later. Next time I'll count it. Okay, fine. നിങ്ങളുടെ ഈ ഒരു ഹെൽമെറ്റ് ഇല്ലേ, ഈ ഹെൽമെറ്റിൻ്റെ ഈ ഹെയർ ഇവിടെയും വരും, അതുപോലെ ഈ സൈഡും വരും കേട്ടോ. 2 ഹെയറും ഇവിടെ ഒരു കെട്ടൊക്കെ ആയിട്ട് നല്ല സ്റ്റൈലായിട്ട് ഡ്രൈവ് ചെയ്ത് പോകുന്നത്. സ്റ്റൈൽ, യു അണ്ടർസ്റ്റാൻഡ്? I understand
Indian style. That's the reason I did this. You should also come in the frame, yaar. Yeah, I need a cameraman for this. Okay, I will stand here. So listen, there are a lot of females in my place. Okay. They are riders, but they are not going a long ride. I think I don't know why. Maybe they fear someone. They fear some. Maybe it might be because of their fear or because of their family or financial problems. See, being a woman, I know it takes like a lot of courage, to go on long rides, long solo rides especially. रात में travel करना बहुत दिक्कत हो जाती है. पहली बात तो family से permission लेना is a task. Even if you get permission, who's gonna sponsor you? It's yourself or you pick some company. So there are multiple reasons. But I would say that if you really want to go and ride, no, nothing can stop you actually. So, Just take a bike and go. what is your advice to my sisters from Kerala, the riders? See all the sisters, all the female I would mention. If you really want to ride, what you can do is just take a bike, go, convince your parents if they are stopping, convince your husbands if they are stopping, and just take a bike and go, yaar. Because this feeling is completely different. बहुत अलग है. आप लोग enjoy करोगे riding. And riding solo, you will get to learn a lot about your country and yourself. So have you met ever any bad experience while driving alone? बैड एक्सपीरियंस तो नहीं बताऊंगी. ऐसा एक्सपीरियंस बहुत ज़्यादा हो जाता है. सूसू प्रॉब्लम इज़ आई थिंक द वर्स्ट प्रॉब्लम फॉर गर्ल्स. Petrol pump is the only option that is available. You have to control, a lot when you go on long rides. Maybe next time I'll carry Mammy Poco pants. So you are getting the proposal every day, every hours, every minute? Maybe I don't know about every hour, but yeah, every day. Every day you are getting proposal. How many boyfriends you have? How many boyfriends? I don't have boyfriends. Oh, let's wait. Yeah, tell me. I'm so happy to hear that you don't have any boyfriends. There is a chance, guys. അവിടെ ഒരു chance ഉണ്ട് കേട്ടോ നമുക്ക്. No, there is no chance. ബൽക്കി നീ ഇത് കാണുന്നുണ്ടോ? She's don't have Balki. I think that's my wife name, okay? Hello. Hello, Chechi. And she's my new girlfriend. Meet my new girlfriend. No, we are just friends. Go on, all gone. Anyway, we are as chunk bros. You know the meaning of chunk bros? No. Chunk means heart. Bro means friend. Heart friends. Hurt friends. Yeah. Not hot friends, hurt friends. Hurt friends. हाँ, hurt बहुत ज़्यादा. प्यार ने बहुत धोखा दिया है. അപ്പോൾ ഇതാണ് വിശാഖൻ്റെ വിശേഷങ്ങൾ. ശരിക്കും ഒരു ഇൻസ്പിറേഷൻ ആട്ടോ. നമ്മുടെ ഫീമെയിൽ റൈഡേഴ്സിനൊക്കെ ശരിക്കും ഒരു ഇൻസ്പിറേഷനാണ്. എല്ലാവരും ട്രാവൽ ചെയ്യണം. ഞാൻ എല്ലാവരും പറയുന്ന കാര്യമാണ്, എല്ലാവരും ട്രാവൽ ചെയ്യണം. ട്രാവൽ ചെയ്യുക മാത്രമല്ല, നിങ്ങൾ വ്ളോഗ് ചെയ്യണം. കേരളത്തിൽ ഒരു പക്ഷേ ഏതെങ്കിലും ഒരു പെൺകുട്ടിക്ക് ബൈക്കിൽ റൈഡ് ചെയ്ത് മോട്ടോർ വ്ളോഗ് ചെയ്യാൻ പറ്റുമെങ്കിൽ ഷി വിൽ ബി ദ ബെസ്റ്റ്. ഡെഫിനറ്റ്ലി. ഐ എം ജസ്റ്റ് സേയിങ് ലൈക്ക് ഇഫ് എനിവൺ ക്യാൻ ഡു ദ മോട്ടോർ വ്ളോഗ് ഇൻ കേരള, so she will be the best because nobody is there now. ആരുമില്ല. Go ahead, go take the camera. You will be the first one from the Kerala to motor vlog. അപ്പോൾ തുടങ്ങല്ലേ? എല്ലാവരും ഞാനീ പറഞ്ഞത് നമ്മുടെ സിസ്റ്റേഴ്സിനോടാണ്, എല്ലാ പെൺകുട്ടികളോടും വീഡിയോ കാണുന്ന എല്ലാവരും കൂടിയിട്ടാണ്. You can also start the vlogging soon. Start vlogging, it's fun. Today it's ആദ്യമായിട്ട്. So you started with your mom in this street, right? Yes. ഈ ഒരു സ്ട്രീറ്റിലൂടെ അമ്മേനെ കൊണ്ട് പുറകിലെത്തിച്ചിട്ട് ഇവളിങ്ങനെ ഓടിച്ചിട്ട് ഫേസ്ബുക്കിലൊക്കെ വീഡിയോ ഇട്ടിട്ടാണ് ഈ വ്ളോഗിങ് തുടങ്ങിയത്. പക്ഷെ now she has more than how much? 2.30. 2.30. Not more than him. Guys, please subscribe to my channel also. അരെ യാർ everyone will do that. അല്ല എല്ലാവരും ചെയ്യൂല, എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യട്ടോ. 2,30,000 സബ്സ്ക്രൈബേഴ്സ് ഉണ്ട് അവളെ ചാനലിൽ. എല്ലാവരും കൂടെ ഒന്ന് ചവിട്ടി പിടിച്ച ഒരു 300K ഒക്കെ ആയി കൊടുക്കാൻ പറ്റും. പിന്നെ after that she will give a big treat for me. No, then I'll come to Kerala. Definitely. Are you sure? Yeah, I'm If sure. you got 300K subscribers. I'll come by flight. I'll stay at my place. His place and Chechi's place. Okay. Yeah, I have to mention her name, otherwise she'll kill me once I come there. Balki, I'm gonna come to your place. അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് സഹകരിക്കുക. പിന്നെ ഇവളെ നമുക്ക് കേരളത്തിലേക്ക് കൊണ്ടുവരണം. എനിവേ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, എല്ലാവർക്കും ഗേൾസിന് എല്ലാവർക്കും ഇൻസ്പിറേഷനാണ്. കാരണം ഇവർക്ക് 14-24 വയസ്സേ ഉള്ളൂ. അപ്പം ഈ ഒരു ഏജിനോട് തന്നെ ഒരുപാട് നേട്ടങ്ങൾ കൈവരിച്ചിട്ടുണ്ട്. ഒരുപാട് സ്റ്റേറ്റുകൾ കവർ ചെയ്തു. അതുപോലെ പിന്നെ ഒരുപാട് റെക്കോർഡ്സ് കരസ്ഥമാക്കിയിട്ടുണ്ട്. അപ്പം അതൊക്കെ ഒരു നല്ല കാര്യമാണ്. വീട്ടുകാർ സപ്പോർട്ടുണ്ട്, എല്ലാവരും സപ്പോർട്ടുണ്ട്. സപ്പോർട്ട് മാത്രമല്ല, ചെയ്യാനുള്ള മനസ്സും അല്ലേ. ചാനലിൽ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. എല്ലാവരും കയറി നോക്കണം, സബ്സ്ക്രൈബ് ചെയ്തിട്ടൊന്ന് ഹെൽപ്പ് ചെയ്യാം കേട്ടോ. ഓക്കെ, എന്തായാലും എന്താ പറയുക, വെൽക്കം ടു കേരള. Support Malu Traveler also. He's really a good energetic guy. Just wait. You didn't say anything about me. Like Pokipariyu means you say he's a good guy, like kind of that way. Tallu. Okay, ready? 1, 2, 3, go. Yeah. So he's paid me like $2,000 $2,000 to say this. Okay? He's a really good guy. He's a very genuine guy. He's very helpful and he's very kind and
He is a very good friend. This is the second time we're meeting. Yesterday I met him once. This is the second time I'm meeting him. Genuinely बहुत अच्छा बंदा है. मतलब इतने अच्छे बंदे होते नहीं हैं. And you can cry now. We'll get more views. Still someone saying that I am a Jada, I am a Hungary. അവര് ഭയങ്കര ജാടയാണെന്ന് എല്ലാവരും പറയുന്നത്. लोग क्या है ना, लोगों का काम कहना है. उनको कहने देते हैं, अपन उनको इग्नोर करने का और अपन फिर मचाने का. മച്ചാനൊക്കെ One eternity later. നമ്മൾ അവിടുന്ന് നേരെ വന്നത് ഇവരുടെ ടൗണിലേക്കാണ്. ഇവിടെ എന്താ പറയുക, എൻ്റെ സെൽഫി സ്റ്റിക്ക് ശരിക്കും കഴിഞ്ഞ ഒരു കാശ്മീർ യാത്രക്കിടയിൽ വീട് വരുന്നു. അപ്പോൾ അതൊന്ന് വാങ്ങാൻ വേണ്ടി വന്നിട്ടോ. വിശാഖ ഇവിടെ ഉണ്ട്, പക്ഷെ വിശാഖ കുറച്ച് ക്യൂട്ട്. ഓക്കെ, അപ്പം ഇതാണ് ഷോപ്പ് കേട്ടോ. ഈ ഷോപ്പിൽ പ്രത്യേകത എന്ന് വെച്ചാൽ ചെറിയ ഷോപ്പാണ്, വളരെ ചെറിയ ഷോപ്പാണ്. ഇത്രയേ ഉള്ളൂ. ഇതാണ് ഈ ഷോപ്പ്. ബോസ് അതെ, ചിരിയുണ്ടോ? ഐ എം ജസ്റ്റ് സ്പീക്കിംഗ് അബൌട്ട് യുവർ സ്മൈൽ. യു ആർ ലുക്കിംഗ് ലൈക്ക് എ ഗോവിന്ദ ഫിലിം ആക്ടർ. ഈ ഷോപ്പിന്റെ പ്രത്യേകത എന്താ വെച്ചാല് ഇവിടുത്തെ ഒരുവിധം എല്ലാ ഫേമസ് യൂട്യൂബേഴ്സും ആക്സസറീസ് വാങ്ങുന്നത് ഈ ഷോപ്പിൽ നിന്ന് കേട്ടോ. എല്ലാം ഇപ്പം നിഖിലടക്കം എല്ലാവരും വന്നിട്ട് ഇവിടുന്ന്, ഇവൻ നമ്മുടെ വിശാഖ എല്ലാം ഇവിടെ വന്നിട്ടാണ് ആക്സസറീസ് വാങ്ങുന്നത്. ഓക്കെ, അപ്പൊ ഞാനൊരു സെൽഫി സ്റ്റിക്ക് വാങ്ങിയിട്ട് സെൽഫി സ്റ്റിക്കിലാണ് ഇപ്പൊ ബ്ലോഗ് ചെയ്യുന്നത്, അതുകൊണ്ടാണ് കാണിക്കാത്തത് കേട്ടോ. ഇവിടെ നമ്മൾ നേരെ ഇപ്പൊ സ്ട്രീറ്റ് ഫുഡ് കഴിക്കാനാണ്. ഭയങ്കരമായിട്ട് വിശക്കുന്നുണ്ട്. നല്ല തിരക്കാണ്, അടിപൊളി തിരക്കാണ്. കണ്ണടൊക്കെ स्टाइल भी हो जाता है, नंबर भी है, इसलिए दोनों चीजें एक साथ हो जाती हैं. എന്തെങ്കിലും കിട്ടുമോ നോക്കാം. സമയം ഇപ്പോൾ ഏകദേശം ഒരു 5:10 കേട്ടോ. ഞങ്ങൾ ലഞ്ച് വരെ കഴിച്ചില്ല. നല്ലോണം വിശക്കുന്നുണ്ട്, കാരണം ഒരുപാട് പരിപാടിൻ്റെ ഇടയിൽ കുടുങ്ങിപ്പോയാണ്ടാണ്. നോക്കുന്നുണ്ട്. സെൽഫി സ്റ്റിക്ക് ഉള്ളതുകൊണ്ട് സുഖമാണ്, കാരണം ഇപ്പം ക്യാമറ ഹോൾഡ് ചെയ്യാൻ വളരെ ഈസിയാണ്. വലിയ തലവേദനയും കാര്യങ്ങളൊന്നും ഇല്ലാണ്ട് പോകുന്നുണ്ട്. എന്തെങ്കിലും കിട്ടുമോ? Easier to hold. Even I can turn it. Yeah. അല്ല, you're welcome. വണ്ടി വന്നു. നല്ല ബ്ലോക്കാണ്. ബ്ലോക്കില് പെട്ടിട്ടുള്ള കേട്ടോ. वहीं से क्रॉस हुए सर. वहीं से क्रॉस हुए हम लोग. उससे कैमरा भी बन गया इसका. अच्छा, क्या था उसमें? शटर था ना? शटर ओपन नहीं हो रहा था, अभी हो गया ओपन. ഇതിന്റെ ഷട്ടറിന്റെ പ്രശ്നം ഉണ്ടായിരുന്നു കേട്ടോ. അതൊന്നും നമ്മളൊന്ന് സെറ്റാക്കി. ഷട്ടർ ഇങ്ങനെ തുറക്കുന്ന അടക്കുന്നതൊക്കെ ക്ലോസ് ആയിരുന്നു. അതൊക്കെ സെറ്റാക്കി. പൈസ ഒന്നും വാങ്ങിയിട്ടില്ല.